നമുക്കറിയാം, യൗവനത്തിന്റെ തീഷ്ണതയിൽ പലരും പലതരം വൃത്തികേടുകളും ചെയ്തു പോകും. അങ്ങനെ തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും. അപ്പോൾ അങ്ങനെയുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ് ഫുളൈൽ ഇബ്നു ഇയാദ്. പിൽക്കാലത്ത് മുഹദ്ദിസ്, ഹദീസ് പണ്ഡിതന്മാരിൽ പ്രഥമഗണ്യനായി, ജഡ്ജിയായി. 365 ദിവസവും പരസ്ത്രീകളുമായുള്ള ബന്ധമില്ലാതെ കിടന്നുറങ്ങാൻ കഴിയാതിരുന്ന യൗവനം. പക്ഷേ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ആ ജീവിതത്തെ സമ്പൂർണമായി മാറ്റിമറിച്ചു. ഈ ആയത്തുകളൊക്കെ നമ്മളും ഓതാറുണ്ട്, പക്ഷെ നമ്മളുടെ ജീവിതത്തെ അത് സ്വാധീനിക്കാറില്ല. നമ്മളൊരു തെറ്റും തിരുത്താറുമില്ല. നമ്മൾ ഖുത്ബ കേൾക്കുന്നു, പോകുന്നു. ആ ഖുത്ബയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ ഖുർആന്റെ ആയത്തിനെ പറ്റി നമുക്ക് പറ്റാവുന്ന രൂപത്തിലുള്ള ഒരു വിശകലനവും ചെയ്ത് നമ്മൾ മടങ്ങും. അല്ലാതെ നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായി മാറ്റിമറിക്കാൻ ഉപയുക്തമാകാറില്ല. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് ഒരു ദിവസം ഒരു സ്ത്രീയെ തേടി രാത്രിയുടെ അന്തിപ്പാതിരാവിൽ ഒരു വീടിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ആ വീട്ടിലെ സ്ത്രീ ഓതിക്കൊണ്ടിരുന്ന ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. എന്താണ് ആ ആയത്തിന്റെ രത്നച്ചുരുക്കം? നമുക്ക് കേൾക്കാം. ഖുർആൻ പറയുന്നത് എന്താണ്? അവരോതിയ ആയത്തായിരുന്നു, അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശ ഖുലൂബുഹും ലിദിക്രില്ലാ. മനുഷ്യന്റെ മനസ്സ് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുവാൻ പാകപ്പെടുത്താൻ സമയമായില്ലേ? ഇനിയും സമയമായില്ലേ? അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശ ഖുലൂബുഹും ലിദിക്രില്ലാ. പിന്നെ വമാ നസല മിനൽ ഹഖ്, അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനൊത്ത് ജീവിതത്തെ പാകപ്പെടുത്താനും സമയമായില്ലേ? വലാ യകൂനു കല്ലദീന ഊത്തുൽ കിതാബ് മിൻ ഖബൽ, മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ജൂത ക്രിസ്ത്യാനികളെ പോലെ ആകാതിരിക്കാനും മുഅ്മിനുകൾക്ക് സമയമായില്ലേ? തുടർന്ന് അള്ളാഹു പറയുന്നത്, അവരങ്ങനെ ആകാനുണ്ടായ കാരണം, ജൂത ക്രിസ്ത്യാനികൾ വഴിവിട്ടു പോകാൻ കാരണം ഫത്താല അലൈഹിമുൽ അമദ്, അവരുടെ പ്രവാചകനും അവരുടെ വേദഗ്രന്ഥവും വന്നിട്ട് അല്പം കാലം കടന്നു പോയപ്പോൾ ഫഖസത്ത് ഖുലൂബുഹും, അവരുടെ മനസ്സ് കടുത്തുപോയി. അങ്ങനെ വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ ഭൂരിപക്ഷം ആളുകളും തമ്മാടികളായി. അങ്ങനെ ആകാതിരിക്കാനും മുഅ്മിനുകളെ നിങ്ങൾക്ക് സമയമായില്ലേ എന്നാണ് ചോദ്യം. ഈ ആയത്ത് ആ സ്ത്രീ വീട്ടിൽ നിന്ന് ഓതുന്നത് കേട്ടപ്പോൾ തന്റെ മോശമായ തീരുമാനത്തിൽ നിന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് പിന്മാറുകയും അദ്ദേഹം അന്ന് തന്നെ രാത്രി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു. പിന്നീട് അങ്ങോട്ട് ഒരു സംഭവ ബഹുലമായ ജീവിതമാണ്. മുഹദ്ദിസായി മാറി, ഒരു പട്ടണത്തിന്റെ ജഡ്ജിയായി മാറി. വളരെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടായത്. അത്രയും ഉന്നതനായ പണ്ഡിതൻ ആയി മാറി, പ്രഗത്ഭനായ പണ്ഡിതൻ. ഒരിക്കൽ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറ്റി അബൂബക്കർ ഇബ്നു ഇയാസ് റിപ്പോർട്ട് ചെയ്യുകയാണ് അദ്ദേഹത്തെ പറ്റി. സല്ലൈതു ഖൽഫ ഫുളൈൽ ഇബ്നു ഇയാദ് സലാത്തുൽ മഗ്രിബ്, ഞാനൊരു ദിവസം ഫുളൈൽ ഇബ്നു ഇയാദിന്റെ പിന്നിൽ മഗ്രിബ് നമസ്കരിച്ചു. അപ്പൊ അദ്ദേഹം ഓതിയത് അൽഹാഖുമുത്തക്കാസുർ എന്ന സൂറത്താണ്. അൽഹാഖുമുത്തക്കാസുർ എന്തായാലും അർത്ഥം മനുഷ്യന്റെ തൻപോരുമ, അതോടൊപ്പം അസൂയ, പക, വിദ്വേഷം, ഇങ്ങനെ തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും അവനെ അതിൽ ശ്രദ്ധയൂന്നി മനുഷ്യനല്ലാതാവുകയാണ്. മനുഷ്യന്മാരുള്ള വെറുപ്പും വിദ്വേഷവും അസൂയയും പകയുമൊക്കെയായി ജീവിച്ച് മരണം വരെ അങ്ങനെ തീരുകയാണ്, ഒരു മാറ്റവുമില്ലാതെ. ഈ ആയത്താണ് അദ്ദേഹം ഓതിയത്. എന്നാലോ ആ പകയും വിദ്വേഷവും അസൂയയുമൊക്കെ ഒരു വ്യക്തിക്ക് മാറണമെങ്കിൽ ഹത്താ സുർത്തുമുൽ മക്കാബിർ, ആ 6 അടി മണ്ണിലേക്ക് അവൻ എത്തണം. അതുവരെ അവനിൽ അസൂയയും പകയും വിദ്വേഷവും മറ്റുള്ളവരോടുള്ള പുച്ഛവും തൻപോരിമയും, തന്റെ കുടുംബം വലുതാണ്, തന്റെ മക്കൾ വലുതാണ്, തന്റെ വീട് വലുതാണ്, തന്റെ കുടുംബം വലുതാണ്, തന്റെ തറവാട് വലുതാണെന്ന് പറഞ്ഞ് നടക്കും. ഏതുവരെ? ആ യാത്ര ഏതുവരെ ഉണ്ടാവും? ഹത്താ സുർത്തുമുൽ മക്കാബിർ, മക്ബറകൾ സന്ദർശിക്കുന്നവരെ. മയ്യത്ത് ഖബറിലേക്ക് 6 അടി മണ്ണിലേക്ക് മീസാൻ കല്ല് വെക്കുന്നത് വരെ ചിലപ്പോൾ ഉണ്ടായേക്കാം അവന്റെ എല്ലാ അസൂയയും പകുല്ലേ. പിന്നെ തുടർന്നെന്താ പറഞ്ഞ അല്ലാഹ്? അതിനുശേഷം അല്ലാഹു പറഞ്ഞ ആയത്തിൽ
കല്ലാ സൗഫ തഅലമുൻ, അങ്ങനെ ജീവിക്കണ്ട കേട്ടോ, വിവരം അറിയും. അങ്ങനെ ജീവിക്കണ്ട, അസൂയയും പകയും വിദ്വേഷവുമായി ജീവിക്കണ്ട. സൗഫ തഅലമുൻ, നിങ്ങൾ വിവരം അറിയും. അത് പറഞ്ഞ ശേഷം പിന്നെ അല്ല പറയാ സുമ്മ കല്ലാ സൗഫ തഅലമുൻ, വേണ്ടട്ടോ, പിന്നെയും വേണ്ട, സൗഫ തഅലമുൻ, വിവരം അറിയും. അത് പറഞ്ഞിട്ട് അല്ല പറയുന്നു ലതറവുന്നൽ ജഹീം, ഇങ്ങനെ ജീവിക്കുന്ന നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും. ലതറവുന്നൽ ജഹീമ, ജഹീമിനെ നിങ്ങൾ കാണും. നരകം കാണാണ്ട് പോകാൻ കഴിയില്ല. സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ, നിങ്ങളുടെ നഗ്നമായ നേത്രം കൊണ്ട് അള്ളാഹുവിന്റെ നരകം മറയില്ലാതെ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണും. യഖീനായ കണ്ണുകൊണ്ട് കേട്ടോ. സുമ്മ ലതുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം, പിന്നീട് അള്ളാഹു സുമ്മ ലതുസ്അലുന്ന, ചോദ്യം ചെയ്യപ്പെടും. യൗമൈദിൻ, ആ ദിവസം, അനിൻ നഈം, നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം. അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ആരോഗ്യം, സമ്പത്ത്, വിജ്ഞാനം, എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം. ഈ ആയത്താണ് ഫുദൈൽ ബിൻ ഇയാദ് മഗ്രിബിന് നമസ്കരിച്ച് ഓതിയത്. അപ്പൊ അദ്ദേഹം പറയാണ് ഫതല അൽഹാഖും തകാസുർ, അങ്ങനെ ഹത്താ സുർത്തുമുൽ മക്കാബിർ എന്ന് അവിടെ എത്തി. അപ്പോഴോ ലത്രവുന്നൽ ജഹീം, നരകം കാണുക തന്നെ ചെയ്യുമെന്ന് ആ സ്ഥലത്തെത്തിയപ്പോൾ ഇത്രയും തോന്നിവാസം ചെയ്ത് ജീവിച്ച ഫുദൈൽ ബിൻ ഇയാദ് സഖത്ത മഗ്ശിയൻ അലൈഹി, ഈ ആയത്തെത്തിയപ്പോൾ അദ്ദേഹം ബോധരഹിതനായി വീണുപോയി. ഇത് നരകത്തെ നഗ്നമായ കണ്ണുകൊണ്ട് കാണും എന്ന ആയത്തോതിയപ്പോൾ എന്തുണ്ടായി? സഖത്ത മഗ്ശിയൻ അലൈഹി ഫമാ അഫാഖ ഇല്ല നിസ്ഫുല്ലൈൽ, രാത്രിയുടെ പകുതി സമയമായതിനു ശേഷമാണ് അദ്ദേഹത്തിന് ബോധം വീണത്. പോയ ബോധം രാത്രിയിലാണ് വീണത് രണ്ടാമത്. അത്രമാത്രം വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ അവരുടെ ജീവിതത്തെ സ്വാധീനിച്ചിരുന്നു. നമ്മളൊക്കെ എത്ര പ്രാവശ്യം അൽഹാഖും തകാസുർ ഓതാറുണ്ടല്ലേ? പലപ്പോഴും ഓതുന്നവരാ. പക്ഷെ നമ്മൾക്ക് ഇന്ന് വരെ അത് ഓതിയിട്ട് നരകത്തെ കാണുക തന്നെ ചെയ്യും എന്നുള്ള ഉറപ്പ് നമ്മളുടെ മനസ്സിന് വന്നിട്ടില്ല. ഉണ്ടോ? ഇല്ല. ഇതുപോലെ തന്നെ ഒരിക്കൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, അദ്ദേഹം തന്നെ പറയട്ടെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് പറഞ്ഞെന്താ അറിയോ? കാലലി അൻ നബി സല്ലല്ലാഹു, അദ്ദേഹം പറയാണ്, കാലലി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഇഖ്റ അലയ്യൽ ഖുർആൻ, എനിക്കൊന്ന് ഖുർആൻ ഓതിത്തരണം. ആരാ പറയുന്നത്? റസൂലുള്ളാഹ്. ആരോടാ പറയുന്നത്? തന്റെ സഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ നല്ല ഹാഫിളാണ്, നല്ല കാരിയാണ്, നല്ല പണ്ഡിതനാണ്, നല്ല മുത്തഖിയാണ്, മുഹ്ബിത്താണ്, മുഹ്സിനാണ്, വളരെ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട, ഞാൻ ഏറ്റവും കൂടുതൽ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂൽ എപ്പോഴും പറയുന്ന സഹാബിയാണ്. അദ്ദേഹത്തോട് നബി പറഞ്ഞു, ഇഖ്റ അലയ്യൽ ഖുർആൻ, നീ എനിക്കൊന്ന് ഖുർആൻ ഓതിത്തരണം. കുൽത്തു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അഖ്റഉ അലൈക, ഞാൻ നിങ്ങൾക്ക് ഖുർആൻ ഓതിത്തര്, വ അലൈക ഉൻസില, നിങ്ങൾക്കല്ലേ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാ. ഖാല, നബി പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, ഞാൻ ആ ഖുർആൻ ഞാനല്ലാത്ത ഒരാളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ആര്? ഞാനല്ലാത്ത ഒരാളിൽ നിന്ന് ആ ഖുർആൻ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫഖറഅതു അലൈഹി സൂറത്തു നിസാ, അങ്ങനെ ഞാൻ സൂറത്തു നിസാ ഓതിക്കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സൂറത്തു നിസാ ഓതിക്കൊടുത്തപ്പം എന്താ ഉണ്ടായത്? ഏതാണ് ആ ഭാഗം? ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ എന്ന സൂറത്ത് നിസായിലെ ആയത്ത്, അതാണ് ഓതിയത്. ഓതി അവിടെ എത്തിയതാ. എന്താ അർത്ഥം? ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, എല്ലാ സമൂഹത്തെയും അവരുടെ നേതാക്കന്മാരുമായി പരലോകത്ത് കൊണ്ടുവരുമ്പോൾ എങ്ങനെയായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഹാവുലായി ഷഹീദ, അവർക്കെല്ലാം മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കും സമൂഹത്തിനുമെല്ലാം സാക്ഷിയായി മുഹമ്മദ് നിന്നെയും അല്ലാഹു പരലോകത്ത് കൊണ്ടുവരും. ഇതാണ് ആയത്ത്. ഈ ആയത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹത്താ ജീത്തു ഇലാ ഹാദിയിലായ കാല, നബി പറഞ്ഞു, ഹസ്ബുക്കൽ ആൻ, നിർത്തിക്കളിഞ്ഞ് ഓതണ്ട. നോക്കണങ്ങള്, മുത്ത് റസൂല് എല്ലാ മുൻകഴിഞ്ഞ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും പൊറുക്കപ്പെട്ട പ്രവാചകൻ. ആ പ്രവാചകൻ നാളെ ഉമ്മത്തിന്റെ സാക്ഷിയായി പരലോകത്ത് വരും. പ്രതിയല്ല, സാക്ഷിയായി വരുന്നതിനെ സംബന്ധിച്ച് ഓതിയപ്പോൾ ഹസ്ബുക്കം അല്ലാൻ, നിർത്തിക്കാൾ ഇനി ഓതണ്ട, കേൾക്കാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല. എന്താ കാരണം? വജീനാബിക, നിന്നെ നാം കൊണ്ടുവരും അലാ ഹാവുലായി ഷഹീദ, ഈ സമൂഹത്തിന്റെ സാക്ഷിയായിട്ട്, ഉമ്മത്തിന്റെ സാക്ഷിയായി മുഹമ്മദ് നബി വരണം.
എന്ന് പറഞ്ഞപ്പോൾ നബി അവിടെ നിർത്താൻ പറഞ്ഞു. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ നിർത്താൻ പറഞ്ഞ് എന്താ നബി ചെയ്യുന്നു നോക്കും. നബി എന്ത് ചെയ്തു? ഫൽതഫ്തു ഇലൈഹി, ഞാൻ നബിയിലേക്ക് തിരിഞ്ഞു നോക്കി. ഫൈദാ ഐനാഹു തദ്രിഫാൻ, അപ്പോൾ നബിയുടെ കണ്ണിൽ നിന്ന്, രണ്ട് കണ്ണിൽ നിന്നും കണ്ണീരൊഴുകുകയാണ്. എന്താ കാരണം? പ്രതിയല്ല, സാക്ഷിയായി വരുന്നതിനെ പറ്റി ഓതിയപ്പോൾ. എന്താ കാരണം? അതാണ് സ്വാധീനം. നമ്മളിങ്ങനെ ഖുർആൻ ക്ലാസ് സംഘടിപ്പിക്കും, ഖുതുബക്ക് ജുമാക്ക് പോകും, ഖുതുബ കേൾക്കും, ഖുതുബ പറയും, അല്ലാതെ നമ്മളെ ജീവിതത്തിന് സ്വാധീനിക്കില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കാനൊന്നും നമുക്ക് തയ്യാറില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്. ഫുലൈൽ ഇബ്നു ഇയാദ് ഒരു രാത്രി മുഴുവനും അബോധാവസ്ഥയിൽ കിടന്നുപോയി. ഒരായത്തുണ്ട്. ഇമാം ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ലൗ റഅയ്തുമുൻ നാറ, നഗ്നമായ നേത്രം കൊണ്ടെങ്ങാനും അള്ളാഹു നമുക്ക് നരകത്തെ കാണിച്ചു തന്നിരുന്നെങ്കിൽ ലമാ നിംതും ലൈല, ഒരു രാത്രി പോലും സുഖമായി ഉറങ്ങൂല ആരും. ആസ്വദിച്ചുറങ്ങാൻ ആരെ കൊണ്ടാവില്ല. ലൗ കശഫൽ ഖിതാ ലമ്മാ താബത്ത് നഫ്സുൻ ബിനൗമി വലാ താ, അള്ളാഹുവിന്റെ നരകത്തിന്റെ കർട്ടൻ നീക്കിക്കൊണ്ട് അള്ളാഹു നമുക്ക് നരകം കാണിച്ചു തരികയാണെങ്കിൽ പിന്നെ നമുക്ക് ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ടാണ് കാണിച്ചു തരാത്തത്. അള്ളാഹു നരകത്തെക്കുറിച്ച് ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരിച്ച ഭാഗം നമുക്കറിയാം. ഒരുപാട് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിൽ അള്ളാഹു ആ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഇടങ്ങളിൽ വിശുദ്ധ ഖുർആന്റെ 200ഓളം ആയത്തുകളിൽ അള്ളാഹു നരകത്തെ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, ഇന്നി അറ മാലാ തറൗൻ, നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നു. റസൂലുള്ള പറയാ, നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നു. വ അസ്മഉ മാലാ തസ്മഊൻ, ഞാൻ നിങ്ങൾ കേൾക്കാത്ത പലതും കേൾക്കുന്നുണ്ട്. ലൗ തഅലമൂന മാ അഅലം, ഞാൻ അറിയുന്ന കാര്യമെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ലഹിക്തും ഖലീല, നിങ്ങൾക്ക് അല്പം മാത്രമേ ചിരിക്കാൻ കഴിയൂ. വല ബക്കൈത്തും കസീറ, നിങ്ങൾ ധാരാളം കരയുമായിരുന്നു. വമാ തലദ്ദതും ബിന്നിസാഇ അലൽ ഫുർഷ്, നിങ്ങൾ വിരിപ്പിൽ ഭാര്യയുമായി ബന്ധം പുലർത്താൻ പോലും നിൽക്കൂല. ഈ അവസ്ഥ അറിഞ്ഞിരുന്നെങ്കിൽ, റസൂലുള്ള കണ്ടിരുന്നെങ്കിൽ, റസൂലുള്ള അറിഞ്ഞിരുന്നെങ്കിൽ, റസൂലുള്ള മനസ്സിലാക്കിയതെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അല്പം വെച്ചിരിക്കാൻ കഴിയും. ഇപ്പം നമ്മൾ അട്ടഹസിക്കുകയാണല്ലോ, ബഹളം വെക്കുന്ന കാലമാണല്ലോ അല്ലേ. ഇപ്പൊ നിങ്ങൾ നോക്കി, രാത്രി 12 മണിയും 2 മണിയൊക്കെ ഫുട്ബോൾ കളിയാണ്. നമ്മളെ താരാണവര് അല്ലേ. നമ്മളെ താരത്തന്നെ ആരും അറിയില്ല. ഇപ്പൊ ഞാൻ ഫുലൈൽ ഇബ്നു ഇയാദ് എന്ന് പറഞ്ഞപ്പോ ആരാണ് ഇരിക്കും അയാളെന്ന് അല്ലെ. നേരെ മറിച്ച് മെസ്സി അറിഞ്ഞാലോ അവന്റെ ബാപ്പനെ അറിയും, അവന്റെ അമ്മനെ അറിയും, അവന്റെ പെണ്ണുങ്ങളെ അറിയും, അവന്റെ അമ്മായിനെ അറിയും. ആർക്ക്? ഈ കളി കാണുന്നവർക്ക്. ഇതാണ് മാപ്പിള. വല്ലാത്ത അവസ്ഥ അല്ലേ. അപ്പോ റസൂൽ പറഞ്ഞെന്താ, ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഞാൻ കേട്ടത് നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ. അതെന്താ വിഷയം? റസൂലുള്ള ഖബറിനകത്തുള്ളത് കേട്ടു, നരകത്തിലുള്ളത് കണ്ടു അല്ലേ. നബിക്ക് നരകം കാണിച്ചു കൊടുത്തില്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നബി അറിഞ്ഞു. ആ അറിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ വമാ തലദ്ദതും ബിന്നിസാഇ അലൽ ഫുർഷ്, പിന്നെ നിങ്ങൾ വിവാഹം കഴിച്ച് ദാമ്പത്യ ജീവിതം നയിക്കൂല. വല ഖറജത്തും ഇല സഅദാ, നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയി പോകും. ലതജ്അറൂന ഇലല്ലാഹ്, അങ്ങനെ റബ്ബിന് വേണ്ടി മാത്രം സമയം ചെലവഴിക്കും. പിന്നെ ഫുട്ബോൾ ഒന്നും വേണ്ടി. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ, കണ്ടിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ. കാര്യം മനസ്സിലായോ? എന്തുകൊണ്ട് ഇതൊക്കെ കേട്ടാൽ നമുക്ക് വല്ല മാറ്റം ഉണ്ടാവോ? ഇല്ല, നമുക്ക് മാറൂല. നമുക്ക് നല്ല ആസ്വാദനമായി തിന്നണം അല്ലേ, ആസ്വാദ്യകരമായി ചിരിക്കണം, അട്ടഹസിക്കണം, പുളവം കൊള്ളണം, കളിക്കണം. ആകെ ഇതല്ലേ ഉള്ളൂ മൗലവി എന്നാ പറയാ. മൗലവി നിങ്ങൾ പറയും പോലെയാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ ഉള്ളൂ, രണ്ടാമത് ജീവിതമില്ലല്ലോ. അപ്പൊ കിട്ടിയ ജീവിതം എന്താക്കണം? ആസ്വദിക്കണം. ആസ്വദിക്കൂല എന്നാ പറയുന്നത്. ആ നിലക്കാണ്ടായത്. ഈ സംഭവം കേട്ടപ്പോൾ സഹാബികൾ യബുക്കൂന ഇന്ദ സിമായി ആദൽ ഹദീസ്, ഈ ഹദീസ് കേട്ടപ്പോൾ സഹാബത്ത് കരയുകയാണ്. അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസ് പറഞ്ഞു, ലൗ യഅലമു അഹദകും ഹഖീഖത്തന്നാർ, നരകത്തിന്റെ യഥാർത്ഥ സ്ഥിതി ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ ലസറഹ മിൻഹ, അവൻ പൊട്ടിക്കരയും. കരയാത്ത അവസ്ഥ ഉണ്ടാവില്ല, അത്രമാത്രം കരയേണ്ടി വരും. ഹത്താ യൻകത്തിയ സൗത്തു, അങ്ങനെ കരഞ്ഞ് അവന്റെ ശബ്ദമില്ലാതെയാവും. ശബ്ദം ഇല്ലാതാകുന്ന വിധം കരഞ്ഞു പോകും. അങ്ങനെ എങ്ങി കരഞ്ഞിട്ടേ പിന്നെ ശബ്ദം ഉണ്ടാവില്ല. ഓല സല്ല
അവൻ പിന്നീട് നമസ്കരിച്ചുകൊണ്ടേയിരിക്കും. ഹത്താ യൻകസറ സുൽബുഹു, അവന്റെ മുതുക് മുറിയുന്നതുവരെ, മുതുകിന്റെ എല്ല് പൊട്ടിപ്പോകും വരെ നിന്ന് നമസ്കരിക്കും. അത്രമാത്രം അള്ളാഹിനോട് അടുക്കും. എപ്പോ? ലൗ യഅലമു അഹദുക്കും ഹഖീഖത ജഹന്നം, നരകത്തിന്റെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞിരുന്നെങ്കിൽ. മരിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ അറിയാനാണല്ലോ അള്ളാഹ് ഖുർആൻ ഇറക്കിയത്. ഈ ഖുർആൻ എന്താന്ന് പോലും നോക്കാൻ പോലും സമയമില്ലാത്ത നന്ദി കെട്ട ആളുകളെ നമ്മള് 90%. ഖുർആൻ നോക്കുക എന്ന് പറഞ്ഞാലേ, ഓൺലൈനിൽ ഒരുപാട് ക്ലാസ്സുകളുണ്ട്, അതിലെങ്കിലും നോക്കൂ. ചിലപ്പോൾ അതിൽ നോക്കും, പഠിക്കുവോ? ഇല്ല. അതിൽ നോക്കി പഠിച്ചോലറിയണ്ടോ? ഇല്ല. അങ്ങനെ പഠിക്കാൻ കഴിയില്ല. അത് ശരിക്കും ഓരോ പദവും ഗുരുമുഖത്തുനിന്ന് കേൾക്കണം. മനസ്സിലായോ? അള്ളാഹ്ക്ക് ഈ ഓൺലൈൻ അറിയായിട്ടല്ലോ ജിബ്രീൽ ഇറക്കി. ഇപ്പം എന്താന്ന് വെച്ചാൽ പൊരേ കുത്തുന്ന് എങ്ങോട്ടും പോകാതെ ഞാൻ ഖുർആൻ ഉണ്ട്. എന്താ ഓൺലൈൻ ക്ലാസ്സിലാ? ഇപ്പം എല്ലാം അങ്ങനെയാണല്ലോ. സകലവും ഫുഡ് വരെ ഓർഡർ ചെയ്യണം ഓൺലൈനിലാ. എന്ത് കിട്ടിയാലും വേണ്ട കയറ്റിക്കോളൂ. വല്ലാത്തൊരവസ്ഥ. നഊദു ബില്ലാഹ്, അള്ളാഹു കാക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് നമ്മൾ, ബുദ്ധിമുട്ടിയിട്ടാണ് പോകേണ്ടി വരിക. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു വിഭാഗം ആളുകൾ സ്വന്തം ബന്ധുക്കളെ സഹായിക്കാൻ, മക്കളെ വളർത്താൻ, ഭാര്യയുടെ ഇഷ്ടം തീർക്കാൻ, മക്കളുടെ ഇഷ്ടം തീർക്കാൻ ആ ദുനിയാവ് ഉപയോഗിക്കുന്നത് ഒരു വിധം ആളുകൾ, അല്ലേ? എന്നാലോ മാതാപിതാക്കളെ നോക്കൂല. ഭാര്യ, ഓന്റെ മക്കൾ, ഓന്റെ ഭാര്യ വീട്, അവിടെയുള്ള അമ്മായിമ്മ, അമ്മശാങ്ക, അവരൊക്കെ നോക്കും. സ്വന്തം അമ്മയും ബാപ്പയും നോക്കൂല. അതൊക്കെ വലിയ തിന്മയാണല്ലോ. പോട്ടെ, ഞാൻ പറയുന്നുണ്ടെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും നമ്മളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, പരലോകം നഷ്ടപ്പെടുന്നത്. അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പല തെറ്റുകളും ചെയ്യുന്നത്. ഇപ്പം വിവാഹം അടിച്ചു പൊളിക്കുന്ന ആർക്ക് വേണ്ടിയാ? നിങ്ങൾക്ക് വേണ്ട. യഥാർത്ഥത്തിൽ നിങ്ങളെ കാലമൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട. പിന്നെ നിങ്ങൾ ആർക്ക് വേണ്ടിയാ? നിങ്ങൾ പറയാൻ എന്താ പറയുക? പിയാപ്പിൾക്ക് വേണ്ടിയാ. ആദ്യം പറയാ പിയാപ്പിള പറഞ്ഞതാണെന്ത്, ഇന്നെ ഫുഡ് വേണം. ഏത്? ഇന്നെ ഫുഡ് കല്യാണത്തിന് വേണം. പല വിഭാഗം എന്താ നിങ്ങൾ പറഞ്ഞ, തിന്നാനില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഇവിടെ എത്തി. എന്തെല്ലാം തരം ഫുഡാണ്, അല്ലേ? കല്യാണത്തിന് വളമ്പാൻ നമുക്ക് നേരമില്ല, അതിന് ആളെ ഏൽപ്പിക്കുക. ഒക്കെ മാനേജ്മെന്റാ, അല്ലേ? എരന്ന് വാങ്ങി തിന്നുക, ഒരു പ്ലേറ്റ് ആയിട്ട് ഇങ്ങനെ ഇറക്കുക. ഇതൊക്കെ പണം കൂടിയപ്പോഴേ ഉണ്ടായതാ. റസൂലുള്ള പറഞ്ഞില്ലേ, ഇന്നീല അക്ഷാക്കും അൽ ഫഖർ, ദാരിദ്ര്യം വന്നിട്ട് എന്റെ ഉമ്മത്ത് അള്ളാന്റെ നിയമത്തിൽ നിന്ന് വിട്ടുപോകുന്നു ഞാൻ ഭയപ്പെടുന്നില്ല. വലാക്കിൻ ബുസിത്തത്തെ അലയിക്കും ദുനിയാവ് വിശാലമാവുകയും, ആ വിശാലമാകുമ്പോൾ പിന്നെ ആ വിശാലതയിൽ മത്സരാവും. ഓല കല്യാണത്തെക്കാൾ ഗംഭീരാവണം നമ്മളത് മത്സര. ഫതനാഫസുഹ, അല്ലേ? ഓരോ വീടിനേക്കാൾ മനോഹരമാകണം, അതിനേക്കാൾ ഉയരം വേണം, അതിനേക്കാൾ റൂമുകൾ വേണം, അതിനേക്കാൾ മുന്തിയ ടൈൽസ് അയക്കണം. ഇപ്പൊ ടൈൽസ് ഒന്നല്ലല്ലോ, അല്ലേ? പിന്നെ അലമാരി സെറ്റ് ചെയ്യണം, കട്ടിൽ സെറ്റ് ചെയ്യണം, ലക്ഷക്കണക്കിന് രൂപ കിച്ചണ്. ലക്ഷങ്ങളൊന്നും ഞാൻ ഇപ്പൊ പറഞ്ഞൊക്കെ ചെറുതായിരിക്കും, ലക്ഷങ്ങളിൽ ഇപ്പൊ കോടികളായിരിക്കും. അതൊക്കെ ചെയ്യുന്നത് ഭാര്യയ്ക്ക് വേണ്ടിയാണ്, അല്ലേ? അവസാനം നമ്മളും മരിക്കും, അവരും മരിക്കും, പരലോകത്തെത്തുമ്പോൾ ഈ പറഞ്ഞ ആളുകളായിട്ടൊന്നും ബന്ധം വിടൂല. നമ്മളെ വാപ്പാടുണ്ടാവും, നമ്മളെ അമ്മാടുണ്ടാവും, നമ്മളെ ഭാര്യ ഉണ്ടാവും. നമ്മൾ ആർക്കൊക്കെ വേണ്ടി കട്ടപ്പെട്ടോ ദുനിയാവ്, അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതെ ആർക്കൊക്കെ കട്ടപ്പെട്ടോ അവരൊക്കെ ഉണ്ടാവും. അവരെല്ലാം എന്ത് ചെയ്യും? നമ്മളെ മുമ്പ് കാണിച്ചു തരും. നമ്മളെ മുമ്പിൽ അവിടുന്ന് കാണിച്ചു തരും. ഖുർആൻ പറയാം സൂറത്ത് മാരിജില്, യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമൈദിൻ ബിബനീഹി വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുവി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി. നോക്കൂ, യുബസ്സറൂനഹും, അല്ലാഹു ഇവരെയൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കും. അപ്പോഴോ യവദ്ദുൽ മുജ്രിം, കുറ്റം ചെയ്ത കുറ്റവാളി ഉണ്ടല്ലോ, ആ കുടുംബത്തിന് വേണ്ടിട്ട് അവൻ ആഗ്രഹിക്കും എന്ത്? ലൗ യഫ്തദി മിൻ അദാബി യൗമൈദിൻ ബിബനീ, ഇന്നത്തെ ദിവസത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ, എനിക്ക് രക്ഷപ്പെടാൻ എന്റെ മക്കളെ കൊടുത്താൽ രക്ഷപ്പെടുമെങ്കിൽ നരകത്തിന് എനിക്ക് പകരം അവരെ കൊടുക്കാം. പിന്നെ മിൻ അദാബി യൗമൈദിൻ ബിബനീഹി വസാഹിബത്തിഹി, തന്റെ ജീവിത പങ്കാളിയെ, നിന്റെ ജീവിത പങ്കാളിയെ നരകത്തിന് വിട്ടുകൊടുത്തിട്ട് ഞാൻ നരകത്തിന് രക്ഷപ്പെടുകയാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. വഅഖീഹി, എന്റെ സഹോദരനെ, ഫസീലത്തിഹില്ലത്തി തൂവീഹി, എനിക്ക് അഭയം, കുഞ്ഞുനാൾ തൊട്ട് മരണം വരെ എനിക്ക് അഭയം നൽകി എന്റെ മാതാപിതാക്കളെ നരകത്തിലിട്ടാൽ മുള്ള പഠിച്ചവൻ എന്നെ രക്ഷപ്പെടുത്തും. അതാണ്
അപ്പൊ അല്ലാഹ് പറയാം, കല്ല ഇന്നഹ ലള, വേണ്ട, അതും ശരിയല്ല. കല്ല ഇന്നഹ ലള, അത് ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് വേണ്ടി ആ നരകം ജ്വലിക്കുകയാണ്. നസ്സാഅത്തൻ ലിശവ, ആ ജ്വലിക്കുന്ന നരകത്തിലെ തീ നിന്റെ തലത്തൊട്ടിന്റെ തോല് മാത്രം ഊരിയെടുക്കും. തലത്തൊട്ടിന്റെ തോല് മാത്രം. അതാ നസ്സാഅത്തൻ, ഊരിയെടുക്കും. ശവ, ലിശവ എന്നാൽ തലത്തൊട്ടിന്റെ തോല്. അതാ ലിശവ. തദ്ഉ മൻ അദ്ബറ വതവല്ല, നരകത്തിൽ നിന്ന് കാണുമ്പോ തന്നെ പിന്തിരിഞ്ഞ് ഓടാനും അതോടൊപ്പം തന്നെ അദ്ബറ, പിന്നിട്ട് പോകാനും ചിലർ ശ്രമിക്കും. വതവല്ല, പിന്തിരിയും ചെയ്യും. പിന്നോട്ട് പോവുകയും പിന്തിരിയുകയും ചെയ്യും. അവരെന്ത് ചെയ്യും? തദ്ഉ, നരകം വിളിച്ചുകൊണ്ടിരും. പോവല്ല, എന്റെ ടൈമായില്ല, എനിക്ക് പോകാൻ ടൈമായില്ല. വല്ലാത്തൊരവസ്ഥ അല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോഴും നമുക്കൊന്നുമില്ല. നമ്മൾ പിന്നെയും നമ്മളെ പരിപാടികൾ പഴയമായി തന്നെ. നമുക്ക് നരകത്തിനൊരു പേടിയില്ല. അതാണ് പറഞ്ഞത്, നരകത്തിന്റെ യഥാർത്ഥം അറിഞ്ഞിരുന്നെങ്കിൽ, അതാണല്ലോ അപ്പൊ നേരത്തെ നമ്മൾ വായിച്ചത് അല്ലേ? നരകത്തിന്റെ യഥാർത്ഥം അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ആസ്വാദനത്തോടുകൂടി ഉറങ്ങാൻ കഴിയില്ല, ആസ്വാദനത്തോടുകൂടി ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതം അള്ളാഹുവിനും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും അനുസരിച്ച് തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ സാധിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വന്നുപോയ ഒരുപാട് പോരായ്മകളുണ്ട് റബ്ബേ, മാപ്പാക്കണേ റബ്ബേ. ഞങ്ങളുടെ ഹവ കൊണ്ട് ആഗ്രഹങ്ങളും മോഹങ്ങളും തീർക്കാൻ വേണ്ടി പലതും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ തെറ്റുകളെല്ലാം അള്ളാഹുവെ മാപ്പ് ചോദിക്കുന്നു. മരണത്തിന് ശേഷം കഠോരമായ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റബ്ബേ. മാനായ റബ്ബേ, ഞങ്ങളെല്ലാം പാപികളാണ്, തെറ്റുകൾ ചെയ്തവരാണ്. നിന്റെ മർഹമത്തിനും വേണ്ടി കാത്തിരിക്കുകയാണ്. പടച്ചവനെ, നിന്നിലേക്ക് മടങ്ങാനുള്ള ദിവസം ഞങ്ങൾക്കറിയില്ല. ആ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് നിന്നിലേക്ക് യാത്ര വരാൻ അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു മുജ്രിമുകളായി ജീവിച്ച ആളുകളെ സംബന്ധിച്ച് സൂറത്ത് സുഹ്റുഫിൽ അള്ളാഹു പറയുന്നു, ഇന്നൽ മുജ്രിമീന ഫി അദാബി ജഹന്നമ ഖാലിദൂൻ. കുറ്റവാളികളായി ജീവിച്ച ആളുകൾ ശാശ്വതമായ നരകത്തിലാണ്. കത്തിയാളുന്ന നരകത്തിൽ ശാശ്വതമായിരിക്കും. ലാ യുഫ്തറു അൻഹും വഹും ഫീഹി മുബ്ലിസൂൻ. അവർ ഇളവ് ഒരിക്കലും ലഭിക്കുക, ശിക്ഷക്കൊരിക്കലും ഇളവ് ലഭിക്കില്ല. ശിക്ഷ തുടങ്ങിയത് മുതൽ അല്ലാഹ് പറയാണ്, ഖാലിദൂൻ, അവർ ശാശ്വതമാണ് അവിടെ. വഹും ഫീഹാ മുബ്ലിസൂൻ. അപ്പോൾ അവർക്ക് ആശയറ്റുപോകും. ഇനി രക്ഷപ്പെടാനുള്ള ഒരു വഴിയില്ല, ഇനി നരകത്തിൽ തന്നെ ആശയറ്റുപോകും. അപ്പോൾ അവിടെ കാവൽ നിൽക്കുന്ന നരകത്തിന്റെ പാറാവുകാരനായ മാലിക് എന്ന മലക്കിനെ വിളിക്കും. വനാദൗ യാ മലിക്, മാലിക്കേ ലി യഖ്ലി അലൈക റബ്ബുന, ഞങ്ങളുടെ റബ്ബിനോട് ഞങ്ങളൊന്ന് മരിപ്പിച്ചു തരാൻ നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യണം. ആരോട്? മാലിക്കിനോട്. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കിനോട് നരകാവകാശി ആവശ്യപ്പെടുകയാണ്. ഒന്ന് അള്ളാനോട് ഈ നരകത്തിൽ വെച്ച ശിക്ഷ അനുഭവിക്കാൻ വയ്യ, അത്രമാത്രം അനുഭവിച്ചു, ഇനിയൊന്ന് നമ്മളെ മരിപ്പിച്ചു തരാൻ പറയും. അപ്പോഴോ അതിന്റെ മറുപടി 1000 വർഷം കഴിഞ്ഞാലേ കിട്ടുള്ളൂ. അറിയോ? അങ്ങനെയാണ് ഈ സംഭവം വിശദീകരിച്ചപ്പോൾ. എന്താ മറുപടി? കാല ഇന്നക്കും മാക്കിസൂൻ. ഇല്ല, നിങ്ങൾ നരകത്തിൽ തന്നെ കഴിയുകയാണ്, നിങ്ങൾക്ക് വരാൻ കഴിയില്ല. അതെന്താ കാരണം? ലക്കത് ജീത്തുക്കും ബിൽ ഹക്ക്, നിങ്ങൾക്ക് യഥാർത്ഥ സത്യം എന്താണെന്ന് ജീവിച്ച നാളിൽ നിങ്ങൾക്ക് അള്ളാഹു നൽകിയിരുന്നു. വലാക്കിന്ന അക്സറഹും ലിൽ ഹഖ് കാരിഹൂൻ. മഹാഭൂരിപക്ഷം ആളുകളും ഈ സത്യത്തെ വെറുത്തവരാണ്, അള്ളാന്റെ ദീനിനെ വെറുത്തവരാണ്. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഒലക്കമല്ല ദീന് അല്ലേ? ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ പറയേണ്ടത് മനുഷ്യർക്ക് കുറച്ച് സൂഹിക്കണ്ടേ? നമുക്ക് ആകെയുള്ളൊരു ജീവിതം, അത് സൂഹിക്കണ്ടേ എന്ന് ചോദിക്കുന്ന എത്ര ആളുണ്ട്? അതാ പറഞ്ഞത്, അക്സർഹും ലിൽ ഹഖ് കാരിഹൂൻ. ഭൂരിപക്ഷം ആളുകളും ഹക്കിനെ വെറുക്കുന്നവരാണ്. ശരി, എന്നാൽ ഇനി ഇവിടുന്ന് ഒരുപാട് സുഖങ്ങൾ അനുഭവിച്ച് സമ്പത്തും സൗകര്യങ്ങളും ഭക്ഷണവും എല്ലാം മരിക്കുന്ന നാള് വരെ അവൻ എന്താണോ ആഗ്രഹിച്ചത് അതെല്ലാം നേടിയെടുത്തു. അവസാനം അവന്റെ മയ്യത്ത് ഖബറിലേക്കെത്തി. ഖബറിൽ നിന്ന് അല്ലാഹു പരലോകത്തേക്ക് അവനെ കൊണ്ടുവന്നു. ആ ഒരു രംഗം മഹാനായ അനസ്റുല്ലാഹു പറയാണ്, ലോകത്തെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം അനുഭവിച്ച വ്യക്തിയെ, ലോകത്ത് ഏറ്റവും കൂടുതൽ അനുഭവം അനുഗ്രഹിച്ച, സമ്പത്തും കൊണ്ടും വാഹനം കൊണ്ടും വീട് കൊണ്ടും, നമുക്കിപ്പോ സൗകര്യം കൂടുമ്പോൾ സന്തോഷം വരില്ല അല്ലേ? മുന്തിയ വാഹനമുണ്ട്, മുന്തിയ വീടുണ്ട് അറിയുമ്പോൾ എല്ലാവർക്കും എന്താ ഉണ്ടാകുക? ഓൻ്റെ ഒരു കാര്യം അല്ലേ? നമുക്ക് ഭയങ്കര
മറ്റുള്ളവർക്ക് അത് ഉണ്ടാവുമ്പോൾ നമുക്കൊരു വെറുതെ ഒരു വെറുപ്പ് വരും ഇല്ലേ? നല്ല വീടാണ്, ഇത്രക്ക് വലിയ വീട് ഇവർക്ക് ഉണ്ടാക്കണോ, റൂം ഇത്ര വേണോ എന്നൊക്കെ ചോദിക്കും അല്ലേ? ആന്താപ്പം ഇല്ലാത്തവനാ, ഉള്ളോനോ ഇത്ര പോരാ, നിങ്ങളുടെ സമ്പത്തനുസരിച്ച് ഇത് പോരാ, കുറച്ചും കൂടി ഉയരം വേണം. അപ്പൊ പിന്നെ ഓൻ വിലക്കാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉയരം കൂട്ടാനുള്ള പണിയില്ല. ഇപ്പൊ ജാക്കി വെച്ചേരെ ഉയരം കൂട്ടും അല്ലേ? കാലം അങ്ങനെ ആയി മാറി. കെട്ടിടത്തിന് ജാക്കി വെക്കുക, മുമ്പ് കാറിനും വണ്ടിക്കും ഒക്കെ ജാക്കി വെച്ച്, ഇപ്പൊ കെട്ടിടത്തിന് ജാക്കി വെക്കണ കാല. ഏതാട്ടെ, അത്തരം ആളുകളെ മഹാനായ റസൂലുള്ള പറഞ്ഞു, യൂത്താബി അൻഅമി അഹ്ലി ദുനിയ മിൻ അഹ്ലിന്നാർ, ജീവിച്ച് നരകത്തിന്റെ അവകാശിയായി മരിച്ചു പിരിഞ്ഞ ആ പാപിയായ അനുഗ്രഹങ്ങളുടെ കോടീശ്വരനായ മനുഷ്യനെ പരലോകത്ത് കൊണ്ടുവരും. അങ്ങനെ കോടാനുകോടികളുടെ ആസ്തിയുള്ള സമ്പന്നനെ അത് കൊടുത്ത അള്ളാഹു പരലോകത്തോനെ കൊണ്ടുവരും. എന്നിട്ടോ പറയാം, ഫയുസ്ബഹു ഫിന്നാരി സബ്ഗത്തൻ, ആ മനുഷ്യനെ അവൻ അനുഭവിക്കേണ്ട നരകശിക്ഷയിൽ ആ നരകത്തിലൊന്ന് മുക്കിയെടുക്കും. യുസ്ബഹു സിബഗത്തൻ, ഒരൊറ്റ മുക്കല്, വേറെ അധികമൊന്നുമില്ല കേട്ടോ. ഫയുസ്ബഹു ഫിന്നാരി സബ്ഗത്തൻ സുമ്മ യുക്കാലു, എന്നിട്ട് അള്ളാഹു ആ അനുഗ്രഹങ്ങൾ അനുഭവിച്ച ഒരുപാട് സൗകര്യങ്ങളോടുകൂടി ഇവിടെ ജീവിച്ച് നമ്മളെല്ലാം ഒരുപാട് ബഹുമാനിച്ചു, സമ്പന്നന്മാരെ നമ്മൾ ഒരുപാട് ബഹുമാനിക്കുമല്ലോ. എന്താ കാരണം? നമ്മൾ വിവാഹം നടത്തുകയാണെങ്കിൽ ആരെ വിളിക്കുക? ആദ്യം വിളിക്കുക നാട്ടിലുള്ള സമ്പന്നന്മാരെ അല്ലേ? എല്ലാ പൈസക്കാരും. നമ്മളെ ഭാര്യ പറയുന്നത് അവൾക്ക് കൊടുത്തോ, ഔക്കറായിക്ക് കൊടുത്തോ, മറ്റേ കറായിക്ക് കൊടുത്തോ അല്ലേ, നാസറാജിക്ക് കൊടുത്തോ. അപ്പം പെങ്ങള് പറയും എല്ലാം നിങ്ങൾ മോമക്ക് കൊടുത്തു. മോമക്കൊക്കെ പിന്നെ കൊടുക്കുക, വലിയത് കഴിയട്ടെ, ചൂണ്ട ബെൽത് കൊടുക്കട്ടെ അല്ലേ? നിങ്ങളതൊക്കെ കണ്ടല്ലേ? ഇങ്ങനത്തെ ഒരു വിവാഹ സദ്യ നബി കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനത്തെ ആളുകളെ ഒരു വിവാഹ സദ്യയിൽ നബി കണ്ടവ പറഞ്ഞു, ഷെറുൽ വലീമത്തി ഹാദ, വിവാഹ സദ്യകളിൽ ഏറ്റവും മോശപ്പെട്ട സദ്യ ഇതാണ്. ആരോ ഒഴിവാക്കി? നാട്ടിലെ കഴിവില്ലാത്തോലെ. നമുക്കൊക്കെ വേണ്ടി ആരാ? നിങ്ങൾ കല്യാണത്തിന് വിളിക്കാരെ? നിങ്ങളെ വീടിന്റെ മുമ്പിൽ കാറുകൾ വെച്ച് ബ്ലോക്കാവും അല്ലേ? അത്ര കാറ് വന്നാൽ എന്ത് ചെയ്യും? ചിലരൊക്കെ പുരന്നിറങ്ങി വന്ന് നോക്കുക എത്ര കാറുണ്ട്. അങ്ങനത്തെ ജാഹിലുകൾ വരെയുണ്ട്. ഇതൊന്നും ഇസ്ലാമല്ല കേട്ടോ. ഇതൊക്കെ പറയുമ്പോ എന്നോട് ദേഷ്യം പിടിക്കാൻ ഞാനല്ല പറഞ്ഞു, റസൂല്ല, ഞാൻ റസൂല്ല പറഞ്ഞേ പറയാണ് കേട്ടോ. അപ്പം ഇവനെ നരകത്തിലൊന്ന് മുക്കിയെടുത്ത് അല്ല ചോദിക്കേണ്ട അറിയോ, യബ്ന ആദം, ആദമിന്റെ പുത്ര, ഹൽ റഅയ്ത ഖൈറൻ ഖത്ത് ഹൽ മർറ ബിക നഈമുൻ ഖത്ത്, നീ ഇതുവരെ അനുഗ്രഹങ്ങൾ വല്ലതും അനുഭവിച്ചിട്ടുണ്ടോ? അള്ളാന്റെ ചോദ്യ. നിനക്ക് വല്ല സന്തോഷവും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ അവന്റെ മറുപടി ഫയഖൂൽ, ആ മനുഷ്യൻ പറയും, ഈ സമ്പന്നനായ മനുഷ്യനെ ഇവിടുന്ന് അങ്ങനെ മരിച്ചേ, ലാ വല്ലാഹി യാ റബ്ബ്, പടച്ചോനെ ഇല്ല റബ്ബെ, അള്ളാഹുവാണ് സത്യം, ഒരനുഗ്രഹവും ഈ നരകത്തിന്റെ ശിക്ഷയുടെ മുമ്പിൽ അവൻ ഇതുവരെ അനുഭവിച്ച സന്തോഷങ്ങളെല്ലാം മറന്നുപോയി. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിലൊന്ന് മുക്കിയെടുത്തതാണ്, അല്ലാതെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞല്ല. നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞവർ വേറുണ്ട്, ഇതൊന്നും മുക്കിയെടുത്തതാണ്. അപ്പോഴേക്കും ദുനിയാവിൽ അനുഭവിച്ച എല്ലാ ഹൈറും മറന്നുപോയി കേട്ടോ. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചു വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഇന്ന ഹംസത്തൻ വാഹിദത്തൻ ഫി ജഹന്നം തുദ്ഹിബു ജമിഅ നഈമദ് ദുനിയ, ഒരൊറ്റ പ്രാവശ്യം നരകത്തിൽ അവനെ മുക്കിയെടുത്താൽ തുദ്ഹിബു ജമിഅ നഈമദ് ദുനിയ, ദുനിയാവിൽ അവൻ അനുഭവിച്ച എല്ലാ നിഅമത്തുകളും പമ്പ കടക്കും. വ തംശി സുറൂറഹ വ റാഹത, അവന്റെ എല്ലാ സന്തോഷവും എല്ലാ ആനന്ദവും അനുഭവിച്ച എല്ലാ സന്തോഷവും, ഒരുപാട് സന്തോഷം ഉണ്ടാവുമല്ലോ അല്ലേ? ഇപ്പൊ ചെറിയൊരു ഒഴിവ് കിട്ടുമ്പോഴേക്കും അള്ളാന്റെ മാറിലെ കൂടെയല്ല ടൂറ് പോവുക അല്ലേ? നല്ലൊരു ശതമാനം ആളുകൾ നമ്മൾ ഇടക്കിടക്കൊന്ന് ഫാമിലി ടൂറ് പോകണം, എന്താ പറയാ, അതിനും ഖുർആനിലായത്താ സീറൂഫില്ലർ, ഭൂമിയിൽ സഞ്ചരിക്കാൻ അള്ളാഹ് പറഞ്ഞു. എന്തിനാ സഞ്ചരിക്കാൻ പറഞ്ഞത്? അള്ളാഹുവിന്റെ ശിക്ഷ അനുഭവിച്ച സമൂഹം എന്തെല്ലാം അല്ലേ? അയിന നംറൂദു വകൻആനു വമൻ മലക്കൽ അർള അല്ലേ? രാജ്യം മുഴുവനും അടക്കി ഭരിച്ച നംറൂദും കൻആനും ഇന്നെവിടെ? ഹലക്കൽ കുല്ല്, എല്ലാം തീർന്നുപോയി അല്ലെ? എല്ലാം അവസാനിച്ചില്ലേ? ഇത്രേ ഉള്ളൂ. ഏത് കോടീശ്വരനായാലും ഏത് മന്ത്രിയായാലും ഏത് രാജാവായാലും ആ മൂന്നെണ്ണം തുണിയിൽ പൊതിയുന്നതോടുകൂടി കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ അടുത്തൊരു എല്ലാവരും മൂളിക്കൊണ്ടിരിക്കുന്ന പാട്ടുകാരി, അവരും പോയി അല്ലേ? അപ്പൊ എന്താ? അകാല ചരമം
അകാലചാരമല്ല, അല്ല ടൈമായിട്ടാണ് കൊണ്ടുപോകുന്നത്. അകാലത്തിൽ ആരും അല്ല കൊണ്ടുപോകില്ല, ടൈമാകാതെ. കേട്ടോ, നമ്മൾ പലരെയും പറയാറുണ്ട്, വല്ലാത്തൊരു പോക്കായിപ്പോയി, വിചാരിച്ചില്ല. അല്ല വിചാരിച്ചത്, നിങ്ങളല്ലല്ലോ വിചാരിക്കേണ്ടത്. ജീവൻ തന്ന റബ്ബല്ലേ ജീവൻ എപ്പോഴാണ് എടുക്കേണ്ടത് തീരുമാനിക്കുക. അതിന് പല കാരണങ്ങളുണ്ടാവും. ഏതായിരുന്നാലും കാരണങ്ങൾ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങളും പ്രയാസങ്ങളും ഒന്നും ഇല്ലാണ്ടക്കണം. അതുകൊണ്ടാണല്ലോ സഹാബികൾ പറയാറുണ്ട്, യബുക്കൂന എന്ത സിമ ആദൽ ഹദീസ് എന്നാണല്ലേ, ഹദീസ് കേൾക്കുമ്പോൾ അവർ കരയും. കേട്ടോ, അപ്പം ഈ ദുനിയാവിന്റെ ആസ്വാദനം ഇല്ലാതിരിക്കാൻ സഹാബത്ത് പറയുന്ന കാര്യം എന്താ അറിയോ? ഒന്ന് ദിക്റുൽ മൗത്ത്, മരണചിന്ത. രണ്ട് അൽ വുഖൂഫ് ബൈന യദയില്ല, അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കണമല്ലോ. നേരത്തെ കണ്ടെങ്കിൽ മുഹമ്മദ് നബി സാക്ഷിയായി വരുന്ന കാര്യ. അപ്പൊ അൽ വുഖൂഫ് ബൈന യദയില്ല, അള്ളാഹിന്റെ മുമ്പിൽ വന്ന് നിൽക്കണം. ആ ഭയം, അങ്ങനെ കരയുന്നവരാണ്. ഖുർആൻ പറഞ്ഞില്ലേ, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അമ്മാമൻ ഖാഫ മഖാമ റബ്ബി, റബ്ബിന്റെ മുമ്പിൽ വന്നു നിൽക്കണമല്ലോ എന്ന ആ രംഗത്തെ ഭയപ്പെട്ടവർ. എന്നിട്ട് വനഹൻ നഫ്സ അനിൽ ഹവാ, മനസ്സിന്റെ മോഹങ്ങളെ നിയന്ത്രിച്ചവൻ. ഫൈനൽ ജന്നത ഹിയൽ മഅവാ, അവർക്കാണ് സ്വർഗം എന്ന് പറയുന്ന അഭയകേന്ദ്രം അള്ളാഹു ഒരുക്കിയത്. ആ അഭയകേന്ദ്രത്തിൽ എത്തിച്ചേരാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ.